ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഈ ഇടയ്ക്കാണ് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടത് കേട്ടോ. ശ്രീലക്ഷ്മി അറക്കൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ഏതോ ചാനലിന്. അപ്പോൾ അതിൽ ശ്രീലക്ഷ്മി അറക്കൽ വളരെ മോശമായിട്ട് സ്ത്രീകളെ മൊത്തത്തിലെടുത്ത് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ഈ ഓവലേഷൻ്റെ സമയത്ത് ഭയങ്കര സെക്ഷൽ ഫീലിങ്സ് ആയിരിക്കും, അപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ മതി തോന്നും, ആരും കൂടെ പോകണം തോന്നും എന്നുള്ള രീതിയിലുള്ള വളരെ മോശപ്പെടുത്തിക്കൊണ്ട് ഇവൾ ഈ ആണുങ്ങളെക്കുറിച്ച് മോശമാക്കി പറയും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതായത് പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ, ബസ്സിലൊരു പെൺകുട്ടി കയറിയിട്ട് അവൾ വീഡിയോ എടുത്താണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തില്ലേ, അയാളെ വരെ ഇവൾ വളരെ വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. ഇവളാണ് ഇവിടെ കടന്ന് പറയണത് ഇമാതിരി വെടിക്കഥ. ഇവളൊക്കെ സത്യത്തിൽ സ്ത്രീയാണോ? ഇവളെന്നെ പറയണ്ടേ, എന്നെ ട്രോളുന്നുണ്ട് ആൾക്കാർ, എന്നെ വെടിയെന്ന് വിളിക്കേണ്ട ആൾക്കാർ. ഇവൾ ഈ വർത്തമാനം കേട്ടാൽ പിന്നെ ഇവളെന്താ വിളിക്കേണ്ടത്? നിങ്ങളൊന്ന് പറയും, ഇവളെന്താ വിളിക്കേണ്ടത്? അതായത് നമുക്കുണ്ട് അമ്മയും പെങ്ങളും അനിയത്തിയും അതുപോലെ ചേട്ടത്തിയും ഒക്കെ ഉണ്ട്, സ്ത്രീകൾ ഉള്ള സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ നാണം കിട്ടുന്ന രീതിയല്ലേ ഇവളെ ഈ വർത്താനം, ഇവളെ ഈ കാട്ടിക്കൂട്ടലും വേണം. പിന്നെ ഇവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഫെമിനിസ്റ്റുകൾ കിട്ടിയാൽ മതി ആണുങ്ങൾക്ക്, ലൈഫ് കണ്ട് എന്താ ഫെമിനിസ്റ്റുകൾ സ്ത്രീകളൊക്കെ ഇതുപോലെയാണ്. ഇഷ്ടംപോലെ ഫെമിനിസ്റ്റ് നല്ല സ്ത്രീകളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ കുറ്റം പറയല്ല അവരുടെ ഉദ്ദേശം, ഈക്വാലിറ്റി കൊണ്ടുവരിക എന്നാണ് ഫെമിനിസ്റ്റുകളുടെ ഉദ്ദേശം. ഒത്തൊരുമ കൊണ്ടുവരില്ല, പുരുഷ വിരോധികൾ എന്ന രീതിയിലല്ല അവർ ജീവിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഇവൾ പുരുഷ വിരോധിയാണോ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർത്തമാനം കേട്ട അവൾ പുരുഷ വിരോധിയൊന്നുമല്ല. ഇവൾക്ക് സെക്സ് കൊണ്ട് പറഞ്ഞാൽ ഇവൾക്കുണ്ട് അഡിക്റ്റഡാണ്. ഇവിടെ വർത്തമാനം കേട്ടാൽ ഇവൾ സെക്സിന് വേണ്ടി ജീവിക്കുന്ന ഒരുത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ഈ മീഡിയൻ്റെ മുന്നിൽ പോയി സംസാരിക്കരുത്. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യമായിട്ട്, അത് നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ കാര്യമാണ്, ഈ പറയുന്നത് വേറെ ആര് സ്ത്രീകളെക്കുറിച്ചല്ല എന്നും കൂടി എടുത്ത് പറഞ്ഞാൽ ഒന്നും കൂടി നന്നായിരിക്കും. മറ്റുള്ള സ്ത്രീകളെ നാണം കെടുത്തരുത്, ഓക്കെ? കാരണം ഇത് കാണുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്, അമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് ഈ സംഭവം. ഇത് നിങ്ങളെ പ്രായക്കാർ മാത്രമല്ല ഇരുന്ന് കാണുന്നത്, ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ പ്രായക്കാരല്ല ഇരുന്ന് കാണുന്നത്, എല്ലാ സ്ത്രീകളും ഇരുന്ന് കാണുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാസം വിളിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് നാണക്കേടാണ്, ഓക്കെ? അതിനൊരു ചാനലാരും പൈസ കൊടുത്ത് എടുത്തന്നെ എങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അതായത് എല്ലില്ലാത്ത ഒരുത്തം തന്നെ പറയും. ഇതൊക്കെ പറയുമ്പം അവന് പൈസ കിട്ടിയാൽ മതി, ചാനലായിട്ട് കൊടുക്കുന്ന പൈസ കിട്ടിയാൽ മതി. ഒരാണായിരുന്നെങ്കിൽ ഇതൊന്നും കേട്ടിക്കൂല, ഈ കഥ കേട്ടിരിക്കും ഒരാണ് അവിടെ ഇരുന്നാണ്ട്. അവനുമില്ല വീട്ടിൽ അമ്മയും പെങ്ങളും അനിയത്തിയും ഭാര്യയൊക്കെ. ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുകയാണ്, എനിക്ക് എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആ കഥ കേട്ടിരിക്കൂല, എന്നെ കിട്ടൂല അതിനൊന്നും, ഇവിടെ വെടി കഥ കേട്ടിരിക്കാൻ. ഇതിനൊക്കെ ആണത്തല്ലാത്തവർക്ക് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ കുറേ വെടികളെ വിളിച്ച് വരുത്തിയിരുത്തി ഇങ്ങനെ സംസാരിപ്പിക്കുക. ഇപ്പോൾ ഒരു ട്രെൻഡാണത്, സോഷ്യൽ മീഡിയ ട്രെൻഡാണ് വെടികളായിട്ട് സംസാരിക്കുക എന്നാണ് സംഭവം. അതെന്താണെന്ന് എനിക്കറിയണം. അതിപ്പോൾ ട്രാൻസ് ആണെങ്കിലും ശരി, സ്ത്രീ ആണെങ്കിലും ശരി, കുറേ വെടി ഇപ്പോൾ ആണുങ്ങളുണ്ട് കേട്ടോ, ആണുങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സെക്സ് വർക്കിന് പോകുന്ന ആണുങ്ങൾ, അതേപോലെ വെടികൾ ആയിട്ടുള്ള ആണുങ്ങളായിട്ടും സ്ത്രീ ആയാലും ട്രാൻസ്ജെൻഡർ വെടികളായാൽ മതി, അവർക്കാണ് ഇപ്പോൾ ഹൈലൈറ്റ്. അവരെ വിളിച്ചിരുത്തി ഇങ്ങനെ കഥ പറയുക, അത് കേട്ട് രസിക്കാൻ കുറേ ആൾക്കാരും അത് കാണാനും. ഇത് ആൾക്കാർക്ക് ഇപ്പോൾ ഇത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സോഷ്യൽ മീഡിയ. ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടൊക്കെ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, ഒരാളുടെ ലൈഫിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്, സെക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ പബ്ലിക്കലി വിളിച്ച് പറയുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾ പ്രൈവസി ഇവിടെ ഉള്ളത്? എന്താണ് ഇപ്പോൾ പ്രൈവസിയുടെ എന്താണ്? അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, സാമൂഹിക നമ്മുടെ ആ കൾച്ചറിന് എഗെയിൻസ്റ്റുള്ള കുറേ സംഭവങ്ങളാണ്. നമ്മൾ ഒരു കേരള സംസ്കാരം ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എഗെയിൻസ്റ്റുള്ള സംഭവമല്ലേ ഇപ്പോൾ ഈ കാണുന്ന മൊത്തം, അല്ലേ? ഇതിന് എഗെയിൻ സംസാരിക്കാൻ ഞാൻ കുറേ സ്ത്രീകളെ കണ്ടു കേട്ടോ. ഒറ്റ ട്രാൻസ് വുമൻസിനെ ഞാൻ കണ്ടില്ല, കാരണം ട്രാൻസ് വുമൻസ് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ കൂട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ ട്രാൻസ് വുമൻസിന് ഈ ശ്രീലക്ഷ്മി പറഞ്ഞതിന് എഗെയിൻസ്റ്റ് പറയണ ഒറ്റ എണ്ണത്തിനെ കണ്ടിട്ടില്ല, കാണൂല. കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്യാനാണ് കുറേ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തപ്പോൾ ഇതിനൊക്കെ പറയാം, ഇതിന് പറയാൻ വാക്കുകളില്ല. ആണുങ്ങൾ സംസാരിച്ചു, കുറേ സ്ത്രീകൾ സംസാരിച്ചു, എനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം ഇവളെ വർത്താനം കേട്ട് ഇതിനെ എഗെയിൻസ്റ്റ് പറയാൻ കുറച്ച് ആണുങ്ങളുണ്ട്, കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അതെനിക്ക് നല്ല സന്തോഷമുണ്ട് സത്യം. മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതേ പറയാൻ പാടുള്ളൂ.
ഞാൻ എൻ്റെ പ്രൈവസി വിട്ടിട്ട് അതിൻ്റെ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എന്താ പിന്നെ അന്തസ്സുള്ളത്? ഇത് കാണുന്ന ആൾക്കാരില്ലേ, ഇതിൽ കുട്ടികളുണ്ട്, പല പ്രായക്കാരുണ്ട്, വയസ്സന്മാരുണ്ട്, വയസ്സത്തികളുണ്ട്, പല പല ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയത്, എൻ്റെ പ്രായക്കാർ മാത്രമാണ് ഇരുന്ന് കാണുന്നത് ആണോ? 18 വയസ്സ് എന്ന് പറയുന്ന സംഭവമൊന്നും ഇപ്പോൾ വീഡിയോ കാണലില്ല, ആർക്കും വീഡിയോ കാണാം. ഇതൊക്കെ കാണുന്ന ആൾക്കാരില്ലേ, ബോധമില്ല ഇതിനൊന്നും. ഇതൊക്കെ എഗെയിൻസ്റ്റ് എന്നേ പറയുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ സംഭവമല്ല, ഒരുപാട് ആൾക്കാരിങ്ങനെ വിളിച്ച് വരുത്തി ചാനലുകാർ എത്ര നല്ല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാം, എത്ര നല്ല ആൾക്കാരെ കഥകൾ ഇവർക്ക് കൊടുക്കാം, എത്ര ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കൊടുക്കാം, ലൈഫിൽ അച്ചീവ് ചെയ്ത പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത ആൾക്കാരെ ഇൻ്റർവ്യൂ എടുപ്പിക്കാം, അവരെ ലൈഫ് സ്റ്റോറി ഇവർക്ക് സംസാരിപ്പിക്കാം, പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ ഇതുപോലത്തെ ആൾക്കാരെ വിളിച്ച് വരും സംസാരിച്ചിട്ട് എന്താണ് ഇതുകൊണ്ടൊരു ഗുണം? എന്ത് ഗുണമാണ് ചാനലിന് കിട്ടുന്നത്? എന്ത് ഗുണമാണ് കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്? ഈ കഥ കേൾക്കാൻ, ഈ കഥ കേട്ടിട്ട് ഇതാ നല്ലത് മറ്റേ സൈറ്റ് കയറിയിട്ട് അത് കാണണല്ലേ, പോൺ വീഡിയോ കാണണല്ലേ? അതാ അതിലേറെ ബെറ്റർ. അല്ല പിന്നെ ഇതൊക്കെ എന്താ പറയലേ? ചിലപ്പോൾ ഈ വീഡിയോ കൊണ്ട് നല്ല റീച്ചായിട്ടുണ്ടാവും ചാനൽ. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ ചാനലുകാരാണെങ്കിലും ക്യാമറാമാനാണെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഇരിക്കണവനാണെങ്കിലും ശരി, നിങ്ങളെ വീട്ടിലും നിങ്ങൾക്കൊരു അമ്മയുണ്ട്, പെങ്ങളുണ്ട്, അനിയത്തിയുണ്ട്, ഭാര്യയുണ്ട്, ഒക്കെ ഉണ്ട്. ആ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഇവൾ സംസാരിച്ചത്. അതൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അറിയുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലവാരം? ഇനിയിപ്പോൾ അതല്ല, കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഈ ഭർത്താക്കന്മാരായാലും സഹോദരന്മാരായാലും സ്വന്തം അമ്മയും ഭാര്യയും ഒക്കെ വിൽക്കുന്ന ആൾക്കാർ. ആ വകയിലായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ സംസ്കാരമാണോ? ഇതൊക്കെ ഒരു നല്ല നടപടിയാണോ? എനിക്ക് അറിഞ്ഞൂടാ സത്യമായിട്ടും. ഞാൻ ഇതൊന്നും നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ആയിന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളെ സംസ്കാരവും നമ്മളെ രീതിയും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അത് മാറ്റാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അതല്ല സത്യത്തിൽ. അല്ല, ഇത് പറഞ്ഞാൽ മതിയാവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? അതുമില്ല. അവൾ വേണം എനിക്കെതിരെ ട്രോൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ, എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്, ഇതുണ്ട്. ബുള്ളിങ് ചെയ്യാൻ നിന്ന് കൊടുത്തിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ പിന്നെ എന്തായാലും ആൾക്കാർ തിരിച്ച് സംസാരിക്കൂലേ? അത് നിന്ന് കൊടുത്തിട്ടാണ്. ഇങ്ങനെയൊക്കെ വന്ന് പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ആരായാലും ബുള്ളിങ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കരുത്. സെക്സിനെ കുറിച്ചൊന്നും അവിടെ മിണ്ടാൻ പാടില്ല. അതൊക്കെ നിങ്ങളെ പ്രൈവസി ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കതിങ്ങനെ പറയുമ്പോൾ ഒരു കുളിരോ സുഖമൊക്കെ ഉണ്ടാവും ഇക്കാര്യം. അത് നിങ്ങളെ ഫ്രണ്ട്സിനോട് ഒക്കെ ഷെയർ ചെയ്യുക, അല്ലാതെ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഷെയർ ചെയ്യല്ല ചെയ്യേണ്ടേ. അല്ല പിന്നെ എത്തപ്പോൾ ഇതൊക്കെ കഥ? ഇതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ. അതിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങളെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓക്കെ.